ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ദിലീപ്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ടൂ വീലറുകളുമൊക്കെ എടുത്ത് റോഡുകളിലേക്ക് ഇറങ്ങുന്നത്. ടൂ വീലറുകൾ എന്നത് മാത്രമല്ല, കാറും മറ്റ് വാഹനങ്ങളും ഒക്കെ എടുത്ത് പോകുന്ന പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടുതലും ടൂ വീലറുകളാണ് എന്ന് മാത്രം. കൂടുതലും ഇത് കാണാൻ സാധിക്കുക ഹൈവേ വിട്ടിട്ടുള്ള റോഡുകളിലൊക്കെയാണ്. കാരണം ഇങ്ങനെയുള്ള റോഡുകളിൽ കൂടുതൽ ചെക്കിംഗ് ഇല്ല. അവർക്ക് യഥാസമയത്ത് കാര്യം സാധിച്ച് ഒരു ചെക്കിങ്ങിലും പെടാതെ തന്നെ വീട്ടിലെത്താം എന്നുള്ള ഒരു ധാരണയാണ് ഈ ഒരു കുട്ടികൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വാഹനം കൊടുക്കുന്ന രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ തോന്നുന്ന ഒരു കാര്യം എന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കൂടെ യാത്ര ചെയ്യുന്നത് ഇവരുടെയൊക്കെ അച്ഛനോ അമ്മയോ ഒക്കെ ആണ് എന്നുള്ളതാണ്. അതായത് ഇത്രയും വലിയ നിയമലംഘനം അല്ലെങ്കിൽ ഇത്രയും വലിയ തെറ്റ് ചെയ്യാൻ ഇവർക്ക് കൂട്ടു നിൽക്കുന്ന ഇവരുടെ പാരൻസ് ആണെന്നർത്ഥം. പക്ഷേ ഇത്തരത്തിലുള്ള പാരൻസ് ഇനി മുതൽ പേടിക്കേണ്ടതില്ല. ഇനി മുതൽ ഈ കുട്ടികളെ വാഹനമായി പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ജയിലിൽ കിടക്കാനുള്ള യോഗമുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കും ഇതൊക്കെ പണ്ടേയുള്ള നിയമമാണല്ലോ, ഇത് എനിക്കൊക്കെ മുമ്പേ അറിയാമല്ലോ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ പണ്ടുള്ള നിയമങ്ങളെ കുറച്ചുകൂടി ഭേദഗതി വരുത്തി പരിശോധന കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കി എന്നുള്ളതാണ് പുതിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ ഇത്തരത്തിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പാരൻസിനോ അല്ലെങ്കിൽ വാഹനം കൊടുത്തയാൾക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമുള്ള ശിക്ഷ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ റോഡുകൾ എന്ന് പറയുന്നത് ദൈനംദിനം എത്രമാത്രം തിരക്ക് കൂടി വരുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസവും കാണാൻ സാധിക്കും. ഇന്ന് കാണുന്ന വാഹനങ്ങളുടെ എണ്ണമല്ല ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുക. ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങളുടെ എണ്ണമായിരിക്കില്ല ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവുക. ഇങ്ങനെ ദൈനംദിനം വാഹനങ്ങൾ തിരക്ക് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഒരു കേരളം, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ തക്ക സമയത്ത് ശരിയായ തീരുമാനം എടുക്കാൻ മനസ്സിന് കട്ടിയും പക്വതയും ഇല്ലാത്ത ഇതുപോലുള്ള കുട്ടികൾ വാഹനമെടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്നത് അത് ശിക്ഷാർഹമായ ഒരു കാര്യം തന്നെയാണ്. 18 വയസ്സാവാത്ത ഒരാൾക്ക് ഒരു നോർമൽ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഒരിക്കലും ലഭിക്കുകയില്ല. എന്നാൽ 60 cc താഴെയുള്ള വാഹനമോ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനമോ ഓടിക്കാൻ വേണ്ടുന്നൊരു പ്രായം എന്നത് 16 വയസ്സാണ്. പക്ഷേ ഇലക്ട്രിക് വാഹനം ഉണ്ടെങ്കിൽ പോലും 60 cc വാഹനം ഇപ്പോൾ ലഭ്യമല്ല. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഒരാൾ വാഹനം ഓടിക്കുന്നത് എന്നത് ലൈസൻസ് ഇല്ലാതെയാണ്. അങ്ങനെയെങ്കിൽ ഓടിക്കുന്ന വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും അത് വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം റിജക്റ്റ് ചെയ്യും. നമുക്കോ വണ്ടിക്കോ മറ്റേയാൾക്കോ എന്ത് നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ഓടിച്ച കുട്ടിക്ക് വരാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓടിച്ച കുട്ടിയുടെ രക്ഷിതാവ് അല്ലെങ്കിൽ വാഹനം കൊടുത്തയാളാണ് പ്രധാന പ്രതിയാവുക. കാരണം കുട്ടി മൈനറാണല്ലോ. അറിവില്ലാത്ത കുട്ടിക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് വാഹനം കൊടുത്തു എന്നുള്ള തെറ്റാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. ഇവർക്ക് ലഭിക്കാൻ 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയുമാണ്. തീർന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ സെക്ഷൻ 180 പ്രകാരം ലൈസൻസ് ഇല്ലാത്തയാളിന് വാഹനം കൊടുത്തയാളിന് ശിക്ഷ വേറെയുമുണ്ട്. കുട്ടിയുടെ രക്ഷിതാവിന് ലഭിക്കുക 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയുമാണ്. തീർന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ സെക്ഷൻ 180 പ്രകാരം ലൈസൻസ് ഇല്ലാത്തയാളിന് വാഹനം കൊടുത്തയാൾക്ക് ശിക്ഷ വേറെയുമുണ്ട്. 3 മാസം തടവും 5,000 രൂപ പിഴയുമാണ് ഇയാൾക്ക് ലഭിക്കുക. അതുമാത്രമല്ല, കുട്ടി ഓടിച്ച വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ 1 വർഷം വാഹനം വീട്ടിൽ പൊതിഞ്ഞു കെട്ടി വയ്ക്കാം എന്നർത്ഥം. അപ്പോൾ ഓടിക്കാൻ കൊടുത്തയാൾക്കും രക്ഷിതാവിനുമുള്ള പണി കിട്ടി. ഇനി ഓടിച്ച കുട്ടിക്ക് സുഖമായി ഇരിക്കാം എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുക. ഇല്ല, ഓടിച്ച കുട്ടിയും വെറുതെ ഇരിക്കില്ല. പ്രായപൂർത്തിയാവാതെ വാഹനം ഓടിച്ച അവന് അല്ലെങ്കിൽ അവൾക്ക് പിന്നീട് ലൈസൻസ് കിട്ടാൻ വേണ്ടുന്ന ഒരു പ്രായപരിധി എന്ന് പറയുന്നത് 25 വയസ്സ് വരെയാണ്. അതായത് 25 വയസ്സ് വരെ അവർക്ക് കാത്തിരിക്കണം എന്നർത്ഥം. ഈ ഒരു സമയം വരെ അവന് ലൈസൻസോ ലേണേഴ്സ് ലൈസൻസോ പോലും കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നത്. ജയിലിൽ പോകുന്നതിനേക്കാളും വലിയൊരു ശിക്ഷ തന്നെയാണിത്. കാരണം ഏറ്റവും നല്ല പ്രായത്തിൽ വാഹനം ഓടിക്കാൻ ഇവനിനി പറ്റില്ല. അതിൻ്റെ കൂടെ തന്നെ മൈനർ ആയതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000 പ്രകാരമുള്ള തടവോ ഫൈനോ ഒക്കെ കിട്ടാം. അപ്പോൾ 18 വയസ്സ് തികയാത്തവർ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷകൾ ഇതൊക്കെയാണ്. ഇത് കേട്ട് ഇനിയും വാഹനം എടുത്തുകൊണ്ട് പോകുന്ന കുട്ടികളോ അത് കൊടുത്തുവിടുന്ന രക്ഷകർത്താക്കളോ ഉണ്ടെങ്കിൽ ഈ ഒരു ശിക്ഷ ലഭിക്കാൻ എന്തുകൊണ്ടും അർഹർ തന്നെയാണ്. അതിന് ആരെയും തെറ്റ് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം ലെവലിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.